ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത നമ്മുടെ ചർച്ചയിലൊക്കെ നമ്മൾ പറയുന്നതാണ് എനിമി ആക്ട് പ്രകാരമാണ്. സെയ്ഫ് അലി ഖാൻ സെയ്ഫ് അലി ഖാൻ വിഷയത്തിലൊക്കെ പറയുന്നു എനിമി ആക്ട് പ്രകാരം ഗവൺമെൻറ് ഏറ്റെടുത്തു. എന്താണ് ഈ എനിമി ആക്ട്? ശത്രുവിൻ്റെ എനിമി പ്രോപ്പർട്ടി ആക്റ്റാണ്, എനിമി ആക്ട് അല്ല. ശത്രുവിൻ്റെ സ്വത്തുക്കൾ സംബന്ധിക്കുന്ന നിയമം 1968 ഉണ്ടായതാണ്. അതാണ് ഈ സെയ്ഫ് അലി ഖാൻ്റെ കാര്യത്തിൽ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇന്നലെ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് കാണുകയുണ്ടായി. അതിനകത്ത് പറയുന്നു നരേന്ദ്രമോദി സർക്കാർ ഈ നിയമത്തിൽ വലിയ ഭേദഗതി കൊണ്ടുവന്നു. അത് ഒരു പ്രത്യേക സമുദായത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. 12,600 പ്രോപ്പർട്ടികൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോയ ആളുകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൈനയിലേക്ക് കഷ്ടിച്ചൊരു 100 പേര് പോയിട്ടുണ്ടാവും. കൂടുതൽ പേരും പോയിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇവിടുന്ന് കുറേ ആളുകളൊക്കെ പണ്ട് കറാച്ചിയിൽ നമ്മുടെ മലപ്പുറത്ത് നിന്ന് പോലും വെറ്റില വിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെറ്റിലയൊക്കെ വിറ്റുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 2 രാജ്യമായി. പിന്നെ അവർക്ക് വരാൻ പറ്റിയില്ല, അവരവിടെ കുടുങ്ങിപ്പോയി. അവരുടെ നാട്ടിലുള്ള സ്വത്തുക്കളൊക്കെ എനിമി ആക്ട് പ്രകാരം സർക്കാർ കൊണ്ടുപോകും. ഇതിന് പാർലമെൻറ്റിൽ പോലും വലിയ ചർച്ചയില്ലാതെ പാർലമെൻറ്റ് അംഗങ്ങൾ, രാജ്യസഭയിൽ വലിയ മിക്കവാറുമുള്ള അംഗങ്ങളൊന്നും സ്ഥലത്തില്ലായിരുന്നപ്പോൾ ചുളുവിൽ സർക്കാർ പാസ്സാക്കിയെടുത്ത നിയമമാണ് എനിമി ആക്ട്. അത് പിന്നീട് വന്ന CAA പോലെയുള്ള നിയമത്തിൻ്റെ മുന്നോടിയായി മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നിട്ട് പറയുന്നു എന്തൊരു മര്യാദകേടാണ്, ഈ നിയമപ്രകാരം സർക്കാർ ഒരു പ്രോപ്പർട്ടി ഏറ്റെടുത്താൽ കോടതി പോകാൻ പറ്റത്തില്ല, ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്തേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അനീതിയാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ നിഷേധമാണ്. എടപ്പം ഇത് തന്നെയല്ലേ വക്കഫിലും ചില സൂചനകൾ അതിലേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ വക്കഫ് ഒരു ഭൂമി ഏറ്റെടുത്തു, അത് കൊള്ളാമെന്ന് പറഞ്ഞു, വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ വക്കഫിൻ്റെ ആയി. അതിനെതിരെ കോടതി പോകാൻ പറ്റത്തില്ല, വക്കഫ് ട്രിബ്യൂണലിലേ പോകാൻ പറ്റുള്ളൂ. വക്കഫാണ്, വക്കഫിന് നിയമപ്രകാരം ആരുടെ ഭൂമി ഏറ്റെടുക്കാം. ചോദ്യം ചെയ്യണമെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിൽ പോകണം. വക്കഫ് ട്രിബ്യൂണലിൽ പോകണം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിനകത്തും അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്, അതങ്ങനെ തന്നെ വേണം. വക്കഫിൻ്റെ കാര്യം വക്കഫ് തീരുമാനിക്കണം. എനിമി പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ഇതുപോലെ ആണെങ്കിൽ കോടതി പോകാൻ പറ്റത്തില്ല. മധ്യപ്രദേശ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഇടപെടാൻ പറ്റില്ല, അത് ആഭ്യന്തര വകുപ്പാണ്, അപ്പലേറ്റ് അതോറിറ്റി, അവിടെ പോകാൻ സെയ്ഫ് അലി ഖാനോട് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ല. കാരണം എന്താ, അവർ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് പോകുന്നത്. മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി പോകുന്ന ഒരു കേസിൽ കോടതി പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധവും ജീവിക്കാനുള്ള അവകാശത്തിന് നിഷേധമാണ്. എന്നാൽ മുനമ്പങ്കാരുടെ പ്രോപ്പർട്ടി പോകുന്ന കേസിൽ അപ്പീൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് ന്യായമാണ്. കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നിയമത്തെക്കുറിച്ച് പറയാം. എനിമി എന്ന് പറഞ്ഞാൽ ആരാണ്? എനിമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യം. ഇപ്പോൾ 3 തവണ പാകിസ്ഥാനുമായിട്ട് നമ്മൾ യുദ്ധത്തിലുണ്ടായി, 1 തവണ ചൈനയുമായിട്ടുണ്ടായില്ലേ? അപ്പോൾ അതുകൊണ്ട് യുദ്ധകാലത്ത് നമ്മുടെ ശത്രുവായിരുന്ന രാജ്യം, ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയവരാരാണോ അവർ എനിമിയാണ്. അപ്പോൾ നമുക്ക് നിലവിൽ 2 ശത്രു രാജ്യങ്ങളാണുള്ളത്. ഇപ്പോൾ അതിന് മീഡിയ വണ്ണിൻ്റെ ന്യായീകരണം അതിന് ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എനിമിയാണോ? അങ്ങനെയാണ്. ഇപ്പോൾ എനിമിയാണോ? അപ്പോൾ യുദ്ധത്തിലുണ്ടായിരുന്ന രാജ്യം എനിമി രാജ്യമാണ്, അതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അതിന് വേറൊരു ക്ലോസ് കൂടെ ഉണ്ട്. വേറൊരു ക്ലോസ് കൂടെ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മോദി 2016. അതാണ് ഇവരെ കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത്. ഇനി രാജ്യത്തിനെതിരെ, ഇവിടെ ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലും അവരെനിമിയാണ്. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ രാജ്യവിരുദ്ധമായി. ഇപ്പോൾ ഞാൻ നാളെ തൊട്ട് ഇന്ത്യനെ ഒരു 15 കഷ്ണമാക്കണം, ടുക്കട ഗ്യാങ്ങായിട്ട് വന്ന് ഇവിടെ ഞാൻ അതിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനമൊക്കെ സംഘടിപ്പിക്കുന്നു, ഇന്ത്യ നശിച്ചു പോകണം, അതിനുള്ള പദ്ധതിയൊക്കെ ആലോചിക്കുന്നു. ഞാൻ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നു, ഹലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയില്ലേ, ഇന്ത്യയിൽ 4 ബോംബിടണമല്ലോ എന്ന് പറയുന്നു. ചൈനയെ വിളിക്കുന്നു, ചൈനീസ് ഷീക്ക് കത്തയക്കുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നശിപ്പിക്കണം, നിങ്ങളൊരു 50 ബോംബ് കൊണ്ടിടുക എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്നാൽ ഇങ്ങനെ സ്വപ്നം കാണുന്ന കുറേ പേരുണ്ടല്ലോ. അതെ. അങ്ങനെയാണെങ്കിലും പുതിയ നിയമത്തിൽ 2016 വന്ന ഭേദഗതി പ്രകാരം ശത്രുവാണ്. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടിയായിട്ട് സർക്കാർ തീരുമാനം. ഇതാണ് മോദി ചെയ്ത ചതി, ഇവർ നിലവിളിക്കുന്ന ചതി ഇതാണ്. അപ്പോൾ ഇന്ത്യക്കകത്തിരുന്ന് ഇന്ത്യയെ റെഡിയാക്കണം എന്ന് പറയുന്ന ആളുകളെ കൂടി എന്താക്കി, എനിമി എന്നുള്ള നിർവചനത്തിൽ കൊണ്ടുവന്നു. 68 നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ അപ്പോൾ എനിമി പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി ഈ പ്രോപ്പർട്ടി ഏറ്റെടുക്കും.
അവരാണ് പിന്നെ കസ്റ്റോഡിയൻ. അതിൻ്റെ പേര് തന്നെ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യ. ഇന്ത്യയിലുള്ള എനിമി പ്രോപ്പർട്ടികളുടെ കസ്റ്റോഡിയൻ, കൈവശക്കാരനാണ് CEPI എന്ന് പറയുന്ന ഈ ഏജൻസി. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള കീഴിലാണ്. അപ്പോൾ നിയമത്തിൽ പറയുന്നുണ്ട്, 2016 നിയമഭേദഗതിയിലാണ്, ഇതിനെതിരെ തർക്കങ്ങളുണ്ടായാൽ ആ തർക്കത്തിൽ തീർപ്പ് വലിപ്പിക്കാനുള്ള അപ്പലേറ്റ് അതോറിറ്റി ആരാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. വഖഫിന് മാത്രം അങ്ങനെ ഉണ്ടായാൽ പോരല്ലോ. അപ്പോൾ ഇപ്പോൾ CEPIയുടെ കണക്കനുസരിച്ച് 12,600 എനിമി പ്രോപ്പർട്ടീസ് ഇന്ത്യയിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വിവരാവകാശ പ്രകാരം ഒരാൾ കൊടുത്ത അപേക്ഷയിലാണ് ഈ കണക്കുകൾ വരുന്നത്. അപ്പോൾ ഇതിനത് ഏകദേശം 1,00,000 കോടി രൂപയെങ്കിലും മതിപ്പ് വിലയുള്ള എനിമി പ്രോപ്പർട്ടീസ് ഇന്ത്യയിലുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇനി ഇതെന്ത് ചെയ്യും? എനിമി പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? എനിമി പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ സർക്കാരിന് CEPIക്ക് വിൽക്കാം, ലേലം ചെയ്യാം എന്ന് ആക്റ്റിലെ സെക്ഷൻ 8A പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സർക്കാർ ഇപ്പം എറണാകുളത്ത് ഒരു എനിമി പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ യുദ്ധത്തിന് ഇവിടെ പാകിസ്ഥാനിലേക്ക് ഇവിടെ ജീവിക്കേണ്ട, എനിക്ക് ഇന്ത്യ വേണ്ട, എനിക്ക് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ ഒരാൾ നമ്മുടെ ശത്രു രാജ്യത്തേക്ക് പോയി, അയാൾ ശത്രുവായി. ശത്രു രാജ്യം മതി എനിക്ക് പറഞ്ഞ് പോകുന്ന ആൾ ശത്രുവാണല്ലോ. അതെ. അങ്ങനെ പോകുന്ന ആളെ നമ്മൾ ആരായിട്ട് കരുതും? ഇന്ത്യയുടെ ശത്രുവായിട്ട് കരുതും. ഇന്ത്യയുടെ ശത്രുവിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കിടക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും. എനിമി പ്രോപ്പർട്ടിയായിട്ട് CEPI ഏറ്റെടുക്കും. ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കളക്ടറാണ്. കളക്ടർ എന്ത് ചെയ്യും? ഒരു വെരിഫിക്കേഷൻ കമ്മിറ്റി ഉണ്ടാക്കും. വെരിഫിക്കേഷൻ കമ്മിറ്റി ഉണ്ടായിട്ട് അതിൻ്റെ വില നിശ്ചയിക്കും. വില നിശ്ചയിച്ചിട്ട് ഇത് എനിമി പ്രോപ്പർട്ടി ഡിസ്പോസൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൻ്റെ വില, അതിന് മതിപ്പ് വില, അപ്പോൾ കലൂരിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. കലൂര് ഇന്നത്തെ വില അനുസരിച്ച് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അതിന് ഇത്ര കോടി രൂപ വില നിശ്ചയിച്ചിട്ട് എനിമി പ്രോപ്പർട്ടി ഡിസ്പോസൽ കമ്മിറ്റി, അതായത് എനിമി പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യുക, വിറ്റ് തീർക്കുക, കൈയൊഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി മുമ്പാകെ വയ്ക്കും. ആ കമ്മിറ്റി അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എനിമി പ്രോപ്പർട്ടി 10 സെൻറ്റുണ്ട്. അതിന് 10 കോടി രൂപ വില മതിക്കുന്നതാണ്. ഇത് വിൽക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ കേന്ദ്ര സർക്കാർ പറയും നിങ്ങളത് വിറ്റോ എന്ന് പറയും. അല്ലെങ്കിലോ അതൊരു കാര്യം ചെയ്യും, അത് വിൽക്കണ്ട, അവിടെ നമുക്ക് ഒരു ആശുപത്രി പണിയാം എന്ന് കേന്ദ്ര സർക്കാർ പറയും. അങ്ങനെ അത് ഉപയോഗിക്കും. ഇതാണ് എനിമി പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന രീതി. ഇനി വിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഈ പണം വിറ്റ് കിട്ടിയാൽ ഉടനെ കൊടുക്കും. ഇപ്പോൾ കേരളത്തിലുണ്ട് കേട്ടോ, മലപ്പുറത്ത് 77 എനിമി പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് മീഡിയ 1 പറയുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചക്കാർ പറയുന്നത് 77 പ്രോപ്പർട്ടീസ് മലപ്പുറത്തുണ്ട്. അവരിനി എന്ത് ചെയ്യും? സങ്കടം ഇങ്ങനെ അണപൊട്ടി. ഇന്നലെ കരച്ചിലായിരുന്നു. എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ച് നരേന്ദ്രമോദി നടത്തുന്ന കിരാത പ്രവർത്തനങ്ങളുടെ ഇരയാണ് പാവം സെയ്ഫ് അലി ഖാൻ. സെയ്ഫ് അലി ഖാൻ പിന്നെ ഇരയല്ലേ. അദ്ദേഹത്തിൻ്റെ 1,738 കോടി രൂപയുടെ പ്രോപ്പർട്ടീസ് മുഴുവൻ പോയി എന്ന് പറയുന്നു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇനി വിറ്റു. അങ്ങനെ ഈ പറഞ്ഞ കമ്മിറ്റി, ജില്ലാ കളക്ടർ ഈ പ്രൊസീഡിങ്സ് തുടങ്ങിയിട്ട് ഇത് വിറ്റ് കിട്ടിയ കാശ് എന്തു ചെയ്യും? ഇത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് കണ്ടുപിടിച്ച് വിൽക്കാമെന്നറിയാമോ? വിറ്റ് കിട്ടിയ കാശെടുത്ത് ഇവിടെ പൊട്ടടിക്കാമെങ്കിൽ പിണറായി എപ്പോഴേ 77 പ്രോപ്പർട്ടിയും വിറ്റേനെ. പക്ഷേ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അക്കൗണ്ടുണ്ട് നമുക്ക്, ഇന്ത്യയുടെ സഞ്ചിത നിധി, അതിലേക്ക് മാറ്റും. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാം. കേന്ദ്രത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺസോളിഡേറ്റ് ഫണ്ടിലേക്കാണ് ഈ തുക പോകുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇത് സെയ്ഫ് അലി ഖാനെ എങ്ങനെ ബാധിച്ചു എന്നോട് പറയാം. ഇനി അതിനു മുമ്പ് പറയാം, അതായത് എത്ര സ്വത്ത് ഇതിനകത്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരാണ് പറഞ്ഞ RTA പ്രകാരം ചോദിച്ചപ്പോഴാണ് 12,600 പ്രോപ്പർട്ടീസ് എനിമി പ്രോപ്പർട്ടീസ് ആയിട്ടുണ്ട് എന്ന് വിവരാവകാശ പ്രകാരം മറുപടി കൊടുക്കുക. മറുപടി ഒരുപാട് കാലം കിട്ടിയിരുന്നില്ല. പിന്നെ അവസാനം ആഭ്യന്തര മന്ത്രാലയ ചീഫ് കമ്മീഷണർക്ക് പരാതി പോയപ്പോഴാണ് കൊടുക്കാൻ പറഞ്ഞത്. അതനുസരിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള എനിമി പ്രോപ്പർട്ടീസിൻ്റെ കണക്കൊന്ന് ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഇനി സെയ്ഫ് അലി ഖാനെ ഇതെങ്ങനെ ബാധിക്കും എന്നത് പറയുന്നുണ്ട് ഞാൻ, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഉത്തർപ്രദേശിൽ 5,688 എനിമി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഉറപ്പായിട്ടത് വിൽക്കും അല്ലേ? UP യോഗി ആദിത്യനാഥ്. വെസ്റ്റ് ബംഗാളിൽ 4,300
54 പ്രോപ്പർട്ടീസ് ഉണ്ട്. മമതാ ബാനർജി വിചാരിച്ചാൽ വിൽക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം നിയമം കേന്ദ്രത്തിൻ്റെയാണ്, കേന്ദ്രമാണ് നടപ്പാക്കുന്നത്. ജില്ലാ കളക്ടർ വഴിയാണ് നടപ്പാക്കേണ്ടത്. ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞാൽ സാങ്കേതികം മാത്രമാണ്. ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ഏറ്റവും ആത്യന്തികമായി ഒരു IAS ഓഫീസർ കേൾക്കേണ്ടത് കേന്ദ്രം പറയുന്നതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അതങ്ങ് ചെയ്യട എന്ന് കേന്ദ്രം പറഞ്ഞാൽ മമതയുടെ മൂക്കിന് താഴെ ഇരിക്കുന്ന 4354 എനിമി പ്രോപ്പർട്ടീസും വിൽക്കാനുള്ള നടപടി ഉണ്ടാവും. ഇനി ഡൽഹിയിൽ 633, മഹാരാഷ്ട്രയിൽ 500, ഗോവയിൽ 434, മഹാരാഷ്ട്രയിൽ 430, ത്രിപുരയിൽ 500, തെലങ്കാനയിൽ 234, മധ്യപ്രദേശിൽ 148, ഗുജറാത്തിൽ 127, ബീഹാറിൽ 94. അതുകൂടാതെ സംസ്ഥാനങ്ങൾ പറയുന്നത് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്താണ്. സംസ്ഥാനങ്ങൾ ഏതെന്ന് പ്രത്യേകം പറയാതെ ടോട്ടലി അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് 531. ആ 531-ൽ 77 കേരളത്തിൽ മലപ്പുറത്താണെന്ന് നമ്മുടെ മീഡിയ വണ്ണിലെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. അതുകൂടാതെ ഒരു 1600ഓളം ഏക്കർ വരുന്ന 133 പ്രോപ്പർട്ടീസ് മധ്യപ്രദേശ് സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ലിസ്റ്റ് ചേർത്തിട്ടില്ല. ഭോപ്പാലിലെ കണ്ണായ സ്ഥലങ്ങൾ ഭോപ്പാൽ, സിഹോർ, റൈസൻ ജില്ലകളിലായിട്ടാണ് ഈ 133 വസ്തുക്കൾ 1600 ഏക്കറോളം വരുന്നത് പുതുതായി സർവേ നടത്തി സർക്കാർ, മധ്യപ്രദേശ് സർക്കാർ എനിമി പ്രോപ്പർട്ടിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇനി നമുക്ക് സെയ്ഫിൻ്റെ കാര്യം പറയാം. സെയ്ഫിൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ എങ്ങനെയാണ് എനിമി പ്രോപ്പർട്ടി ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്? സെയ്ഫിൻ്റെ മുത്തശ്ശിയുടെ പിതാവ്, അതാണ് അമാനുള്ള അവസാനത്തെ നവാബ് ഹിമൈദുള്ള ഖാൻ. അങ്ങനെ എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്. അവസാനത്തെ ഭോപ്പാൽ നവാബായിരുന്നു. അതായത് സെയ്ഫിൻ്റെ മുത്തശ്ശിയുടെ പിതാവ്, സെയ്ഫിൻ്റെ അമ്മയുടെ അച്ഛനാണ് ആര്? ഈ ഹിമൈദുള്ള ഖാൻ എന്ന് പറയുന്ന ഭോപ്പാലിലെ അവസാനത്തെ നവാബ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശിയുടെ അച്ഛൻ. അപ്പോൾ 99 വർഷം എടുത്തിട്ട് ഈ സ്വത്തുക്കൾ വെരിഫൈ ചെയ്തപ്പോൾ ഇവരുടെ പക്കലുള്ള 131 സ്വത്തുക്കളിൽ 94 എനിമി പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി. അത് CEPI വിവരാവകാശ രേഖപ്രകാരം വെളിപ്പെടുത്തിയതാണ്. 131-ൽ 94 എനിമി പ്രോപ്പർട്ടിയാണ്. ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള സർവേയും പഠനങ്ങളും വെരിഫിക്കേഷനും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഹിമൈദുള്ള ഖാൻ്റെ മകളായിരുന്നു അബിദ സുൽത്താൻ. അബിദ സുൽത്താനും വിഭജനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ ഉടമസ്ഥൻ പോയി, അടുത്ത അവകാശിയായ അബൈദ പോയി. അത് കഴിഞ്ഞ് അബൈദയുടെ മകളായ സജിദ സുൽത്താനയ്ക്ക് ഇത് കിട്ടി. സജിദ സുൽത്താന പട്ടോടി നവാബിനെ വിവാഹം കഴിച്ചു. ഇഫ്താർ അലിഖാൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ മകനാണ് മൻസൂർ അലിഖാൻ അഥവാ ടൈഗർ പട്ടോടി എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റ് താരമൊക്കെ ആയിരുന്ന ആൾ, അതായത് സെയ്ഫ് അലി ഖാൻ്റെ പിതാവ്. അപ്പോൾ നോക്കുമ്പോൾ ഇവർ കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആദ്യത്തെ അവകാശി പാകിസ്ഥാനിൽ പോയി. അപ്പോൾ അയാളുടെ മകളുടെ ഇന്ന് ആ മകളും പാകിസ്ഥാനിൽ പോയി. അപ്പോൾ 2 തവണ ഇത് എന്തായി? എനിമി പ്രോപ്പർട്ടിയായി. എന്നിട്ടിത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരനുഭവിച്ചുകൊണ്ട്. അപ്പോൾ ഇത് 9 വർഷം എടുത്ത് വെരിഫിക്കേഷൻ നടത്താൻ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ പരിധിയിൽ വരാതിരിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ നടന്നു. അപ്പോൾ ഒരു രേഖപ്രകാരം ഇത് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം 1-2 വർഷമല്ല, 9 വർഷം എടുത്ത് എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ചിട്ടാണ് ഇത് എനിമി പ്രോപ്പർട്ടിയാണെന്ന് ഈ 131-ൽ 94 പ്രോപ്പർട്ടികളും എനിമി പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ 2015-ൽ സെയ്ഫ് അലി ഖാൻ്റെ പക്കലുള്ള ഈ 113.6 ഏക്കർ, അതിൻ്റെ മതിപ്പ് വില ഈ പറഞ്ഞ പോലെ 15,000 കോടിയൊന്നുമല്ല, ചിലർക്ക് 15,000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ CEPIയുടെ മതിപ്പ് വില 1796 കോടി രൂപയാണ്. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടിയുടെ ഇനിയും 94 ഉള്ളൂ. 134-ൽ 94 കണ്ടെത്തി. ബാക്കിയുള്ളതിനൂടെ ചേർത്താൽ 15,000 വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളത് കൃത്യം കണക്കാണ് നമ്മൾ പറഞ്ഞത്. 1796, 113.6 ഏക്കർ. ഇത് 2015-ൽ കേന്ദ്രം ഏറ്റെടുത്തു. കേന്ദ്രം ഏറ്റെടുത്തപ്പോഴത്തേക്ക് സെയ്ഫ് അലി ഖാൻ സ്വാഭാവികമായി എന്ത് ചെയ്തു? ഹൈക്കോടതി പോയി. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അപ്പോൾ ഈ അതിനിടയ്ക്ക് ഒരു വലിയ കളി നടന്നിട്ടുണ്ടായിരുന്നു. അതായത്
1961 തന്നെ കേന്ദ്രം ഞങ്ങൾക്ക് അനുകൂലമായി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആയിരുന്നു സാജിദ സുൽത്താൻ ആണ് ഈ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറഞ്ഞത്, സാജിദ സുൽത്താൻ പറഞ്ഞതെന്നറിയോ, എന്നെ ഹമീദുള്ളയുടെ നിയമപരമായ പിന്തുടർച്ച അവകാശിയാണെന്ന് 1961 എന്തായി ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക ഗസറ്റ് വിജ്ഞാപനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ ഇവരുടെ പ്രോപ്പർട്ടി ഇവരുടെയാണ് എന്ന് പറഞ്ഞൊരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ വെച്ചിട്ടാണ് 9 വർഷം എടുത്ത് പഠിച്ചത്. എന്നാൽ 2015 ഇത് അബിദയുടെ പ്രോപ്പർട്ടി എന്ന നിലയിലാണ് ഏറ്റെടുത്തത്. പക്ഷേ കേന്ദ്രം പറഞ്ഞു ഈ സാജിദയുടെ പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നതിൽ ന്യായമില്ല. സാജിദ പിന്തുടർച്ചാവകാശക്കാരിയാണെന്ന് പറഞ്ഞു. ഹമീദുള്ള കാലം പോയി, അയാൾ എനിമിയായി. അയാളുടെ മകനും മകളായ ആബിദയും പോയി. അപ്പോഴേ അവരും എനിമിയായി. അപ്പം തന്നെ അത് ആദ്യത്തെ തവണ എനിമി പ്രോപ്പർട്ടി ആയതാണ്. രണ്ടാമത് വീണ്ടും ആബിദ സുൽത്താനോട് പോയപ്പോൾ പിന്നെ എനിമി പ്രോപ്പർട്ടി ആയപ്പോൾ ഞങ്ങൾ ആബിദയുടെ പ്രോപ്പർട്ടി ഏറ്റെടുത്തത്, സാജിദയുടെ അല്ല. ആബിദയുടെ പ്രോപ്പർട്ടിയാണ് ഏറ്റെടുത്തത്. അവർ 50 പോയല്ലോ അല്ലേ? അവർ പോയി. അപ്പം അവരുടെ പ്രോപ്പർട്ടി ഏറ്റെടുത്ത് അതിനുശേഷം ഇവർ എന്നെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം നിങ്ങളുടെ അമ്മയുടെയാണ്, അമ്മ എനിമിയാണെന്ന് കണ്ടെത്തിയുണ്ട്. അന്ന് തന്നെ എടുത്തു. അമ്മയുടെ അച്ഛൻ്റെ ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അന്നത്തെ കേന്ദ്രം ചെയ്തില്ല. പക്ഷെ പിന്നെ അതെന്ത് ചെയ്തു? പിന്നെ വന്ന സർക്കാർ ഇപ്പോൾ ചെയ്തു. കാരണം അച്ഛൻ പോയി, മകളും പോയി, പിന്നെ മകൻ വന്ന് അവകാശം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അച്ഛനും മകളും എനിമി ആയതുകൊണ്ട് ഇത് എനിമി പ്രോപ്പർട്ടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സാജിദയുടെ പ്രോപ്പർട്ടി അല്ല, ആബിദയുടെ പ്രോപ്പർട്ടി ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആബിദ ഹമീദുള്ള ഖാൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തിരുന്ന കൈവശം വെച്ചിരുന്ന ആബിദ സുൽത്താൻ്റെ പ്രോപ്പർട്ടിയാണ് ഏറ്റെടുത്തതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. അങ്ങനെയാണ് ഈ കേസ് നിയമാനുസൃതമായിട്ടാണ് ഇത് പോയത്. നിയമാനുസൃതമായിട്ടാണ്. അവസാനം ഇതെല്ലാം നോക്കിയിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു സംഭവമൊക്കെ ശരിയാണ്. 2 തവണ 2 പേർ എനിമികളായി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് പൂർണ്ണ അധികാരം നിയമപ്രകാരമുണ്ട്. കോടതിക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് സെയ്ഫ് അലി ഖാൻ ആകെ ചെയ്യാവുന്ന കാര്യം നേരിട്ട് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോവുക, അവിടെ അപേക്ഷ കൊടുക്കുക. ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കും. ഇനി അമിത്ഷാ ഇത് വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. കാരണം 1 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ എനിമി പ്രോപ്പർട്ടി സ്വത്തിൻ്റെ ഈ ഏറ്റെടുക്കുന്ന ഒരു നയമൊക്കെ വെച്ചിട്ടേ ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? നിലവിലുള്ള നിയമപ്രകാരം തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണല്ലോ മീഡിയ വൺ കരയുന്നത്. ഏതായാലും കരയട്ടെ. പക്ഷേ നിയമമാണ് ഇത്. പിന്നെ മാത്രമല്ല, ഇത് ഈ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾ വക്കഫിന് വേണ്ടി കരഞ്ഞു, ഇത് അനീതിയല്ലേ? അപ്പോൾ ഇവരുടെ സെയ്ഫ് അലി ഖാൻ പണിയെടുത്ത് അഭിനയിച്ച് കിട്ടിയ കാശിന് ആരും അവകാശം പറയുന്നില്ല. ഇല്ല, അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്തുക്കൾ ആരും ചോദിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരാളുടെ സ്വത്ത് കൈവശം വെക്കുന്നതിനെയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെയ്ഫ് അലി ഖാന് വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും നമ്മുടെ വേറെ ശത്രുരാജ്യങ്ങൾ നമുക്കില്ലല്ലോ, ഇന്ത്യയും ചൈനയും അല്ലാണ്ട്. നമ്മളുമായി യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങളെന്ന നിലയ്ക്ക് പാകിസ്ഥാനും ചൈനയും ഉള്ളൂ. അവിടേക്ക് ഹിന്ദുക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എടുക്കും. ഹിന്ദുക്കൾ പോകാത്തതാണ് കുഴപ്പം കൊണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറയാം. അങ്ങനെയല്ല, നിയമം അന്നുണ്ടാക്കി. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന 68 അന്ന് BJP ഇല്ല, അന്ന് മോദി ഇല്ല. മോദി ഉണ്ടായിരിക്കും, മോദി പക്ഷേ രാഷ്ട്രീയത്തിലില്ല. പിന്നെ 2015 ഒരു ഭേദഗതി വരുത്തിയത് നിയമം കടലാസിലിരിക്കുകയാണ്. നിയമത്തിന് പല്ലും നഖവും ഇല്ലായിരുന്നു, നടപ്പാക്കാനുള്ള കരുത്തില്ലായിരുന്നു. കരുത്ത് കിട്ടാൻ വേണ്ടി നിയമത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് എനിമി പ്രോപ്പർട്ടിയുടെ കഥ. ഇതിൻ്റെ പേരിൽ ഇനി ഒരുപാട് നിലവിളികൾ ചിലപ്പോൾ കേൾക്കാം. അത്തരം എനിമി പ്രോപ്പർട്ടി പ്രകാരം സ്വന്തം സ്വത്ത് പോകുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഒരു ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ, ദയ കിട്ടാൻ, സഹതാപം കിട്ടാൻ, അനുകമ്പ കിട്ടാൻ, പിന്തുണ കിട്ടാൻ എന്തു നാടകവും കളിക്കുമെന്ന് നമ്മൾ ഈ കൂട്ടത്തിൽ കാണുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.